ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങളുടെ ജീവിതം തിരഞ്ഞെടുത്തത് ആരാ? നിങ്ങളല്ലേ? അതെ, ലൈക്ക് ദിസ്. ഈ വീഡിയോ കാണാൻ നിങ്ങൾ തിരഞ്ഞെടുത്തതുപോലെ. അതുമാത്രമല്ല, നിങ്ങളുടെ ഇന്ന് വരെയുള്ള ലൈഫ് ഇങ്ങനെ ആയിത്തീരാനായിട്ട് ഓരോ കാര്യങ്ങളും തിരഞ്ഞെടുത്തത് നിങ്ങളല്ലേ? എങ്ങനെയുള്ളതാ? നല്ല സന്തോഷമുള്ളതും സങ്കടമുള്ളതും അസൂയുള്ളതും കുശുമ്പ് നിറഞ്ഞതും നല്ല രസകരമായതും, ഇങ്ങനെ പല തരത്തിലുള്ള ലൈഫ് തിരഞ്ഞെടുത്തത് സ്വയമാണ്. ഇനി മറുഭാഗം നോക്കിയാലോ? നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നേടിയെടുക്കുമ്പോൾ നമ്മളെപ്പോഴും പറയുന്നത് എന്താ? യെസ്, ഞാൻ നേടിയത്, എന്നെക്കൊണ്ട് സാധിച്ചു, ഞാനാണിത് നേടിയത്, ഇങ്ങനെ പറയാറുണ്ട്. പക്ഷേ ഞാൻ ചിന്തിച്ചതുപോലെ അല്ലെങ്കിൽ ഞാൻ വിചാരിച്ചതുപോലെ അല്ല നമ്മുടെ ലൈഫ് മുന്നോട്ട് പോകേണ്ടതിൽ അപ്പം നമ്മൾ എന്ത് പറയും? അതിൻ്റെ ഉത്തരവാദിത്തം സ്വയം എടുക്കില്ലല്ലേ? ദൈവമേ, എനിക്ക് മാത്രം എന്താ ഇങ്ങനെ പ്രശ്നങ്ങൾ? എൻ്റെ ജീവിതം മാത്രം എന്താ ഇങ്ങനെ നരകത്തിൽ പോകുന്നത്? എനിക്ക് മാത്രം എന്താ എപ്പോഴും ദുഃഖങ്ങളും ദുരിതങ്ങളും? നമ്മളപ്പോൾ ചൂണ്ടുന്നത് മൊത്തവും പുറത്തോട്ടായിരിക്കും. ചുറ്റും ഇങ്ങനെ ചൂണ്ടും. എനിക്ക് മാത്രം എന്താ ഇങ്ങനെ സംഭവം? എനിക്ക് മാത്രം, എനിക്ക് മാത്രം, എനിക്ക് മാത്രം, എനിക്ക് മാത്രം. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കാൻ വിട്ടുപോയി. വീഡിയോയിലേക്ക് പോകുന്ന മുന്നേ നമ്മൾ വളരെ പോസിറ്റീവായിട്ടൊരു ഫാമിലി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വാട്സപ്പ് കമ്മ്യൂണിറ്റി. ആ കമ്മ്യൂണിറ്റിയുടെ ഭാഗമായി നിങ്ങൾക്ക് അംഗമാകാൻ താല്പര്യമുണ്ടെങ്കിൽ ഉറപ്പായും ഇപ്പോൾ സാധിക്കും. ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള വാട്സപ്പ് ലിങ്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് നമ്മുടെ ഫാമിലിയുമായി അസോസിയേറ്റ് ചെയ്യാം. എന്നും പോസിറ്റീവായിട്ട് നിലനിൽക്കാനും ലോ ഓഫ് അട്രാക്ഷനെ പറ്റി കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും ഈ ഒരു ഗ്രൂപ്പ് നിങ്ങളെ ഒരുപാട് സഹായിക്കും. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഉറപ്പായും സപ്പോർട്ട് തരിക. ഇന്ന് വരെ തന്ന എല്ലാ സപ്പോർട്ടിനും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് അപ്സ് ആൻഡ് ഡൗൺ ആണ്. ഉയർച്ചയുണ്ടാവും, അതുപോലെ തന്നെ താഴ്ചയുണ്ടാവും. ആ ഉയർച്ചയിലേക്ക് പോകുമ്പം നമ്മളെപ്പോഴും ഹാപ്പിനെസ് ആയിരിക്കും. ബട്ട് താഴേക്ക് വരുമ്പോഴോ നമ്മളെപ്പോഴും പരാതികൾ മാത്രമാണ് പറയുന്നത്. സ്വയം ഒന്ന് ആലോചിച്ച് നോക്കിയേ, പരാതികൾ പറയാൻ ഞാൻ യോഗ്യനാണോ എന്ന്. ഈ പ്രപഞ്ചത്തിൽ ഞാൻ വന്നു, ജീവിക്കുന്നു, ഇവിടെ ലഭിച്ചതെല്ലാം ബോണസാണ്. ഞാൻ ഒന്നും കൊണ്ടുവന്നിട്ടില്ല, ഇവിടെ ലഭിക്കുന്നതെല്ലാം ബോണസാണ്. ദൈവാനുഗ്രഹം കൊണ്ട് എനിക്കെല്ലാം ലഭിക്കുന്നതാണ്. പക്ഷേ ഞാൻ ആഗ്രഹിച്ച ഒരു കാര്യം നടന്നില്ലെങ്കിൽ അപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യും? ദുഃഖത്തിലേക്ക് ആഴ്ന്നു വീഴും, പരാതികൾ പറയും ആ ദൈവത്തിനോട്. എനിക്ക് മാത്രം എന്താ ഇങ്ങനെ? വീണ്ടും ഞാൻ ചോദിക്കുന്നു, പരാതികൾ പറയാൻ ഞാൻ യോഗ്യനാണോ അല്ലേ എന്ന് സ്വയം ചോദിച്ചു നോക്കിയേ. പറഞ്ഞതുപോലെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു ഉയർച്ചയുണ്ടെങ്കിൽ അവിടെ ഒരു താഴ്ചയുണ്ട്. എന്തിനാണ് നമ്മൾ താഴ്ന്നത്? ലൈക്ക് നമുക്കൊരു എക്സാമ്പിൾ, വലിയ പർവ്വതങ്ങൾ എടുക്കാം. ഒരു പർവ്വതത്തിൻ്റെ മുകളിലേക്ക് കയറിയാൽ അടുത്ത പർവ്വതത്തിൻ്റെ മുകളിലേക്ക് കയറണമെങ്കിൽ നമ്മൾ താഴേക്ക് വരണം. താഴേക്ക് വന്ന് വീണ്ടും മുകളിലേക്ക് പോകണം, അല്ലേ? ഇത് നിങ്ങൾ തിരഞ്ഞെടുത്ത ജീവിതമാണ്. ഒരു പക്ഷേ കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറയണമെങ്കിൽ, നിങ്ങൾ ഈ പ്രപഞ്ചത്തിലേക്ക് വരണ മുന്നേ തന്നെ നിങ്ങളുടെ സോൾ തിരഞ്ഞെടുത്തതാണ്. നമ്മൾ മനുഷ്യ ജീവിതത്തിൻ്റെ ആ ഒരു തലങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ഓരോ കാര്യങ്ങളിലേക്ക് അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ നമ്മൾ എങ്ങനെയാണ് തിരഞ്ഞെടുക്കുന്നത് വെച്ചാൽ, നമ്മുടെ കർമ്മത്തിൻ്റെ ഫലം, കാർമിക് പോയിൻറ്റ്സ് അനുസരിച്ചാണ് ഓരോ കാര്യവും നമ്മളിലേക്ക് എത്തുന്നത്, നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് സർപ്രൈസസ് ഇഷ്ടമാണ്? അതെ, സർപ്രൈസസ് എനിക്ക് വളരെ ഇഷ്ടമാണെന്ന് പറയും. പക്ഷേ അല്ല, നിങ്ങൾക്ക് ഇഷ്ടമില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലുണ്ടാകുന്ന പല കാര്യങ്ങളിലും പല സാഹചര്യങ്ങളിലും നെഗറ്റീവായിട്ട് സംഭവിക്കുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങൾ നടക്കാതിരിക്കുമ്പോഴോ നിങ്ങൾ സങ്കടത്തിലേക്ക് ആഴ്ന്നു വീഴുന്നത്, ദുഃഖത്തിലേക്ക് ആഴ്ന്നു വീഴുന്നത്. സർപ്രൈസസ് തരും നമ്മുടെ ലൈഫിലേക്ക്, പല തരത്തിലുള്ള അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള സർപ്രൈസസ്. ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ദൈവം തരത്തില്ല. ദൈവം നിങ്ങൾക്ക് എപ്പോഴും തരുന്നത് നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ളത്, നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് മാത്രമേ ദൈവം നിങ്ങൾക്ക് തരാറുള്ളൂ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ചതെല്ലാം അത് അനുഭവിക്കാനായിട്ട് നിങ്ങൾ തിരഞ്ഞെടുത്തതാണ്. ഈ നിമിഷം പോലും നിങ്ങൾ തിരഞ്ഞെടുത്തതാണ്. വീഡിയോ കാണണമെന്നും നിങ്ങളാണ് തിരഞ്ഞെടുത്തത്. ഈ ഒരു ലോ ഓഫ് അട്രാക്ഷണൽ പാത്തിലേക്കോ അല്ലെങ്കിൽ സ്പിരിച്വൽ വേയിലേക്കോ കടന്നു വരാനായിട്ട് തിരഞ്ഞെടുത്തത് നിങ്ങളാണ്. ചില സമയത്ത് വെല്ലുവിളികൾ നമുക്ക് താങ്ങാൻ അപ്പുറമായിരിക്കും. മേ ബി നമുക്ക് താങ്ങാൻ പറ്റത്തില്ല നമ്മുടെ ചിന്തകളിൽ വരുമായിരിക്കും. ഒരു കാര്യം മനസ്സിലാക്കിയോളൂ, എന്തെങ്കിലും വെല്ലുവിളികൾ നിങ്ങൾക്ക് ദൈവം തരുന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ സ്ട്രോങ് ആക്കാനാണ്. നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന വെല്ലുവിളികൾ മാത്രമേ നിങ്ങൾക്ക് തരാറുള്ളൂ. അതായത് നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ പറ്റാത്ത വെല്ലുവിളികൾ തരത്തില്ല ദൈവം. നിങ്ങൾ ശക്തനാണ്, നിങ്ങൾ അത്രയും മികച്ച ഒരാളാണ്, നിങ്ങൾക്ക് എന്തും ഈ പ്രപഞ്ചത്തിനകത്ത് നേടിയെടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് പല തരത്തിലുള്ള വെല്ലുവിളികൾ വരുന്നത്. ആ വെല്ലുവിളികൾ നിങ്ങൾ എന്ന് നേരിടുമോ, ആ വെല്ലുവിളി എന്ന് നിങ്ങൾ ഓവർകം ചെയ്യുമോ,
വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, നിങ്ങൾ ആഗ്രഹിച്ചതിനപ്പുറം നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള കാര്യം ദൈവം അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ടാകുന്നത്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, പ്ലീസ് ആ ശക്തിയെ വിശ്വസിക്കൂ, ആ ദൈവത്തെ വിശ്വസിക്കൂ. നിങ്ങൾ ഏത് ദൈവത്തെയാണ് വിശ്വസിക്കുന്നത് എനിക്കറിയില്ല, ഏത് ശക്തിയാണ് നിങ്ങൾ വിശ്വസിക്കുന്നതെന്ന് അറിയില്ല. ആ യൂണിവേഴ്സിനെ, ആ പ്രപഞ്ച ശക്തിയെ നെഞ്ചോടെ ചേർത്ത് പിടിച്ച് താങ്ക് യു, താങ്ക് യു, താങ്ക് യു, ഹൃദയം തുറന്ന് നന്ദി പറയൂ. ഹൃദയം തുറന്ന് താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച് ഗോഡ്, താങ്ക് യു സോ മച്ച് യൂണിവേഴ്സ്. എത്രത്തോളം സറണ്ടർ ചെയ്ത് നിങ്ങൾക്ക് നന്ദി പറയാൻ പറ്റുമോ അത്രത്തോളം നന്ദി പറയൂ. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഇനി ഒരു ജന്മം കിട്ടിയാൽ പോലും ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദി പറഞ്ഞു തീർക്കാൻ പറ്റത്തില്ല. അത്രത്തോളം ബ്ലെസ്സിങ്സ് ആണ് ദൈവം നമ്മളെ കൊണ്ട്, എനിക്ക് എക്സ്പ്ലെയിൻ പോലും ചെയ്യാൻ പറ്റത്തില്ല എത്രമാത്രമാണ് ദൈവം നമ്മളെ സംരക്ഷിക്കുന്നു, നമ്മളെ കരുതുന്നുവെന്ന്. അത്രത്തോളം ഗ്രേറ്റ്ഫുൾ ആവണം. വീണ്ടും ഒരു ജന്മം നൽകിയതിന് ദൈവത്തിനോട് ഹൃദയം തുറന്ന് നന്ദി പറയും. ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് പറയാനായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്യൂ. ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ മാത്രമേ, നന്ദിയുള്ളവന് മാത്രമേ വീണ്ടും വീണ്ടും ബ്ലെസ്സിങ്സ് തരത്തുള്ളൂ. നന്ദി പറയുക എങ്ങനെയാ? എന്നെ ഈ ലെവലിൽ നിന്നും കുറച്ചും കൂടെ കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി അടുത്ത തലങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുന്നതിന് ഹൃദയം തുറന്ന് നന്ദി പറയും. ഒരിക്കൽ കൂടെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു, ഇത് തമാശയല്ല, ഇത് തമാശയല്ല. അത്രമാത്രം നിങ്ങൾ അനുഗ്രഹീതനായതുകൊണ്ട് മാത്രമാണ് നിങ്ങളിപ്പോൾ ഈ നിമിഷം ഇത് കേൾക്കാൻ പറ്റുന്നത്. അഗെയിൻ, ബി ഗ്രേറ്റ്ഫുൾ വാട്ട് യു ഹാവ് റൈറ്റ് നൗ. ഈ നിമിഷം നിങ്ങൾക്ക് എന്താണോ ഉള്ളത് അതിന് ഹൃദയപൂർവ്വം നന്ദി പറയാൻ നിങ്ങൾക്ക് സാധിച്ചാൽ, ഞാൻ ഉറപ്പ് പറയുന്നു, ദൈവം നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ളത് എന്താണോ അത് നിങ്ങളിലേക്ക് എത്രയും വേഗം എത്തിക്കും. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ, പ്രപഞ്ചശക്തി അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും സന്തോഷവും സമാധാനവും സമ്പത്ത് സമൃദ്ധി ഐശ്വര്യം ആരോഗ്യം ഉണ്ടാവട്ടെ. താങ്ക് യു.